ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന തുർക്കി പത്തിരിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: അര കപ്പ് ചിക്കൻ, ഇത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്തതാണ്. 2 വലിയ സവാള അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ആവശ്യത്തിന് മല്ലിയില, കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഗരം മസാല, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 മുട്ട, 5 മുട്ട പുഴുങ്ങിയത്, 1 കപ്പ് മൈദ, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. ആദ്യം നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് ഇനി സവാള ചേർക്കാം. ആദ്യം ഇതിലേക്ക് നമുക്ക് പകുതി സവാള ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. എല്ലാം പകുതി ചേർത്താൽ മതി. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ സവാള ആവശ്യത്തിന് വഴന്നു കഴിഞ്ഞു. ഇതിലേക്ക് ഇനി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് മുട്ട കൊണ്ടുള്ള മസാലയും തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച സവാള ചേർക്കാം. ഇഞ്ചി ചേർക്കാം. പച്ചമുളക്, കറിവേപ്പില, അല്പം ഉപ്പ് ചേർക്കാം. സവാള വഴന്നു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ഓരോ പിഞ്ച് വീതം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. അല്പം മല്ലിയില തൂവി കൊടുക്കാം. മസാലയും തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മൈദ അല്പം വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. അതിനായി വെള്ളത്തിൽ അല്പം ഉപ്പിട്ടിളക്കി എടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം മൈദയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കാം. ബോൾസാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ടി കുറച്ചൊന്ന് പരത്തിയെടുക്കാം.
5 ചെറുതും ഇതിനേക്കാളും അല്പം കൂടി വലിപ്പമുള്ള 5 എണ്ണമാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ചെറിയ പത്തിരിയുടെ മുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല നിരത്താം. ഇനി ഇതിന് മുകളിൽ ഒരു മുട്ട വയ്ക്കാം. ഇന്ന് എല്ലാ വശത്തു നിന്നും ഞൊറിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ പത്തിരിയും തയ്യാറാക്കിയെടുക്കാം. ഇനി ഇവ നമുക്ക് ഓയിൽ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞു. ഇനി ഇവയെല്ലാം നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ ഇത് എല്ലാ വശവും ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വലിയ പത്തിരിയുടെ മുകളിൽ മുട്ടയുടെ മസാല ചേർക്കാം. ഇനി ഇത് മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തുർക്കി പത്തിരി വയ്ക്കാം. ഇനി ഇത് വീണ്ടും നേരത്തെ ഞൊറിഞ്ഞതുപോലെ ഞൊറിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും തയ്യാറാക്കാം. ഇനി ഇവയെല്ലാം നമുക്ക് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് വറുത്ത് വരാം. ഡിഫറെൻറ്റ് മസാലകൾ വെച്ച് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാ വശവും ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. തുർക്കി പത്തിരി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.